ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കണ്ടപ്പോ ഞങ്ങൾ അമ്മയും മോനുമായിട്ട് തോന്നിയോ ആങ്ങളെയും പെങ്ങളുമായിട്ട് തോന്നിയോ? ഇല്ലല്ല. നിങ്ങൾക്ക് എന്താ അപ്പൊ ആ സമയത്ത് ഞങ്ങള് തോന്നിയ സംഭവം എന്താ വെച്ചാല് പറഞ്ഞ കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല. അതെ അതെ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. ഓക്കെ, ടി ഫാമിലി വലിയൊരു സങ്കടത്തിലാണെന്ന് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് പല ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെ ഒരുമിച്ച് കാണുമ്പോൾ ഉമ്മയും മകനുമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. അതൊരു 100% അങ്ങനെ തന്നെയാണ്. അങ്ങനെ തോന്നുന്നു എന്നല്ല, അങ്ങനെയാണ് പല ആളുകൾ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ കൃത്യമായ കാര്യങ്ങൾ അറിയാത്തതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ അത് പറയുന്നത്. അതിനെക്കുറിച്ച് ആ വിശദീകരണം ഇനി നടത്തുന്നില്ല. കാലങ്ങളായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയുന്നതാകാം. ഓക്കെ, അപ്പൊ ഒരു ഭയങ്കര സങ്കടം വന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊരു ക്യൂരിയോസിറ്റി അല്ല, ഒരു ഭയപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എവിടെ ടൂർ പോയതാണ്, അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ്. പക്ഷെ ചോദ്യം കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം ഇവർക്ക് തന്നെ ആളുകൾ അത് ഇങ്ങനെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് തോന്നുന്നു. എന്തെങ്കിലും കേൾക്കാം. സത്യം പറഞ്ഞാല് ഈ ഒരു സംഭവം നിങ്ങളൊരു ഇന്റർവ്യൂ എന്തോ കണ്ടിട്ടാണ്, എന്തോ ഒരു സംഭവത്തിലാണ് നിങ്ങളെ അക്കൗണ്ടിൽ വന്ന് നോക്കുന്നത്. ഇതാ ഫസ്റ്റ്. പിന്നെയാണ് എന്താണ് നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യം നിങ്ങളെ ഏതൊരു റീലോ എന്തോ സംഭവം കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ പിന്നെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ ചോയ്സാണ്. ഇപ്പോ ഇന്റെ ഒരു ചോയ്സ് ആയിരുന്നു ഇവള്. അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ്. ഇവക്ക് അന്തല്ല, തലച്ചോറില്ല, സൗന്ദര്യമില്ല, ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. മനസ്സിലായോ? അതേപോലെ നീ എന്താ ഇവരെ കെട്ടാനും ഇവർക്ക് ഒരു ബുദ്ധിയില്ലാത്തൊരു ചക്കര കെട്ടാനുള്ള ഒരു തന്റേടുണ്ടല്ലോ. അത് നമ്മള് ലൈഫ് വൈബ് അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ലൈഫ് വൈബ് എന്ന് പറഞ്ഞ ഈ സംഭവമൊക്കെ ഇവനെക്കാളും 15 വയസ്സാണ് ഡിഫറൻറ്റ് ഉള്ളത് അല്ലെ. അതായത് ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേനും ഇപ്പൊ ആ ഒരു സ്ത്രീ വലിയ രീതിയിൽ പ്രായം തോന്നിപ്പിക്കും. പ്രായം തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള തോന്നലല്ല, അവര് മാനസികമായിട്ടും ചിലപ്പോ ഒരു പക്ഷേ അവര് പ്രായമാവാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു സമയത്തും നിനക്ക് അവരോട് ആ ഒരു സ്നേഹം അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ചതിയായി പോകുന്നുള്ളത്. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഉസ്താദുമാരും നിങ്ങളെ വീഡിയോനെ കുറിച്ചിട്ട് പറയാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു സാധനത്തെ നിങ്ങൾ ചെയ്തല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് എന്ന രീതിയിലൊരു ചർച്ച നടത്തിയിരുന്നല്ലോ. അപ്പൊ അതിൽ കൃത്യമായിട്ട് 2 ഉസ്താദുമാരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് ഞാൻ ഇസ്ലാമാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ ഇസ്ലാം ആവണമെന്നില്ല. അതിൽ തെറ്റായുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാംപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റല്ല, അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ ഒരു ഭാഗം ശരിയാവുമ്പോൾ അടുത്ത ഭാഗം തെറ്റിക്കുന്നു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഭയങ്കര ജിജ്ഞാസ ഇവർക്ക് തോന്നാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരം കേട്ടോണ്ടിരിക്കുകയാണതേ. അപ്പൊ ഇത് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ളൊരു സാധനമാണ്. ശരിക്കും നിങ്ങൾ അത് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ചോദിക്കാൻ കാരണം ഭാര്യയും ഭർത്താവാന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേര് മോനാണ് ചോദിക്കുന്നുണ്ട്. അതെന്താ വെച്ചാല് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നിങ്ങളെ മാനസികപരമായിട്ട് തളർത്തുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ തന്നെ ഇതൊരു വീഡിയോയില് ചോദ്യമായിട്ട് ചോദിക്കുമ്പോ അവിടെ തളരുന്നത് അവരാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആ ചോദിക്കുന്ന ആളുകൾ തളരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത്രയും വർഷമായില്ലേ, എന്നിട്ടും കമന്റ് ബോക്സ് നിറയെ കിടക്കുന്നത് നെഗറ്റീവാ. വളരെ കുറച്ച് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാവരും പറയുന്ന സാധനം ഇത് തന്നെ, അമ്മയും മോനുമാണോ എന്നുള്ള കാര്യമാണ്. ഇപ്പൊ ഷെമിയുടെ മുഖം കണ്ടപ്പോ നിങ്ങൾ കൃത്യമായിട്ട് ശരിക്ക് തോന്നിയില്ല അത്. അതായത് ആളുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് മോനാണോ ഇത് ഉമ്മയാണോ? ആ ഒരു സാധനം എന്തപ്പോ നിങ്ങളുടെ മകളും ഇയാളും തമ്മിൽ എത്ര ഡിഫറൻറ്റ് ഉണ്ട്, ഏജ് ഡിഫറൻറ്റ് എന്നുണ്ട് നോക്കിയാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ? മകന്റെ പ്രായമുള്ള ഒരാളാണ് എന്ന് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് തെറ്റാനുള്ളത്? മകന്റെ പ്രായമുള്ള ഒരാളെ ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്, എന്റെ ഉമ്മാന്റെ പ്രായമുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതിപ്പോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പൊ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്ക് എന്ത് എന്നുള്ളൊരു ഭാവം വരും. ഇതാ ഭാവമല്ല, ഇതൊരു സങ്കടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് റെജില ഇങ്ങോട്ട് ആയില്ല, ഷെമി ആയില്ല. ഷെമി ഒരു മിനിറ്റ്. ചോദിച്ചോ. ഇത് നമ്മൾ സ്പൂൺ റൈസിനൊക്കെ ആൾക്കാർ ഇങ്ങനെ സ്പൂൺ വെച്ച് നാരങ്ങയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിർത്തുമല്ലോ കുട്ടികളെ. അപ്പോൾ ഇതിനൊരാൾ ഇറങ്ങി ഓടും, അപ്പൊ അവിടെ അയില് തിരിച്ചു കൊണ്ടുവരും. അതേപോലെയാണ് ഇവരിങ്ങനെ ആളുകളെ കിട്ടിയ സമയത്ത് ചോദിക്കാം എന്നുള്ളൊരു ധാരണയിൽ നിൽക്കണ തോന്നുന്നു. ഇത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം.
ഇത് ശരിക്ക് ഇവരെ തന്നെയാണ് നാണം കെടുത്തുന്നത്, അല്ലാതെ വേറെ ആരും ഇവര് നാണം കെടുന്നില്ല. അവരെ കമന്റ് ബോക്സ് ഫുള്ള് തന്നെയാണ്, മുഴുവന് തന്നെ പറയുന്നത്. ഇവരെന്താണോ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം തന്നെയാണ് അവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ തോന്നിയ, നിങ്ങൾ ആ സമയത്ത് എന്താണ് നിങ്ങളെ മൈൻഡിൽ വന്ന കാര്യം? ആ വീഡിയോ കണ്ടുകണോ? അപ്പൊ എന്താ നല്ല ആൾക്കാരോട് പോയിട്ടാ ചോദിക്കണത് നിങ്ങൾ കണ്ടുകണോ കണ്ടില്ലേന്ന്. പ്രഗ്നൻസി ടെസ്റ്റ് ആ ഒരു കിറ്റും കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തത് പ്രാങ്ക് ആയിട്ടല്ല എനിക്ക് തോന്നിയത്, അതൊരു ഫേക്ക് വീഡിയോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾ ഒരുപാട് വീഡിയോ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നിയത്. അത് പ്രാങ്ക് ആയിട്ട് എന്നല്ല, അത് ശരിക്കും നിങ്ങൾ ഓൾറെഡി കൺഫേം ചെയ്ത ഒരു കാര്യം വീണ്ടും റീക്രിയേറ്റ് ചെയ്ത്, അത്രേ തോന്നിയിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തൊന്നും തോന്നിയില്ല. ഇനി ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കുക, അതൊന്നും ബാക്കിയുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, അത് നിങ്ങളുടെ ലൈഫാണ്. ഈ നല്ലൊരു അഭിനേതാവാണ്, അത് റിയലായിരുന്നു. നല്ലൊരു അഭിനേതാവാണ്, പക്ഷെ അത് റിയലാണ്. നമുക്കുണ്ടാവുന്ന അതേ ഫീലിങ്സ് നമുക്ക്. അതെ അതെ അതെ, അതായത് ഭാര്യ പ്രസവിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ പുതിയ ഭർത്താക്കന്മാരും ഇവരങ്ങനെ പറയും. ഞമ്മക്കറിയുന്ന അതേ ഫീൽ തന്നെ അവന്റെ മുഖത്ത്. നീ ഒരു നല്ല അഭിനേതാവാണ് എന്നൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ലൊരു അഭിനേതാവാണ്. കാരണം എന്ത് പ്രാങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് മുന്നേ തന്നെ മുഖഭാവം കൊണ്ട് അത് പൊളിച്ചു കളയും. ഇനി ഞാനതൊന്നും പറയുന്നില്ല. പിന്നെ ഒരൊറ്റ ക്വസ്റ്റ്യനോട് ചോദിക്കട്ടെ, ഇപ്പൊ ഞാനും ഷെമിയും ഇങ്ങനെ കല്യാണം കഴിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ്. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇവല് എന്താണ് ഇവർക്ക് അങ്ങനെയൊക്കെ അപ്പൊ നിങ്ങൾക്ക് തോന്നിയ ആ കാര്യം? അതായത് ഇത് ഇതില് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇപ്പൊ നമ്മക്കായാലും നെഗറ്റീവ്, എല്ലാവർക്കായാലും അതല്ല, നെഗറ്റീവിന്റെ അല്ല. നിങ്ങൾ ആ സമയത്ത് സ്നേഹം പറഞ്ഞത് മനസ്സിനാണ്, പ്രായത്തിന് അതത്ര. ഞാനവിടെ പറഞ്ഞ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് തോലെ അത്ര ഹാപ്പിയാണ്. നമ്മളിപ്പോ കാണില്ല എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾ എന്നുള്ളത്, അത് തന്നെയാണ് വലിയ കാര്യം. ഓക്കെ, ഇവരുടെ വിവാഹം നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുക്കം, വളരെ ചുരുക്കം പറഞ്ഞുതരാം. അതായത് ഈ പയ്യൻ ഇവന്റെ സുഹൃത്തിനോട് പറയുന്നു, ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോ ഭർത്താവ് ഒഴിവാക്കിയ സ്ത്രീയാണ്, പ്രായമുള്ളതാണ്. അവരെ കണ്ടപ്പോ ഒരു സങ്കടം തോന്നി, പാവല്ലേ, ഒരു ജീവിതമൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോ അവന്റെ സുഹൃത്ത് അത് എല്ലാരും നാട്ടുകാരെ മൊത്തം അറിയിച്ചു. അങ്ങനെ ഇവൻ നാട്ടിലെന്തായി, ഈ സ്ത്രീയുമായിട്ട് അവിഹിതമാണെന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കി. ഈ ഒരു സ്ത്രീക്ക് നാണക്കേടുണ്ടായപ്പോ ഇവൻ ആ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ തയ്യാറായി. അതിന്റെ അപ്പുറം പ്രണയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഉണ്ടായതല്ല. ഒരു സ്ത്രീക്ക് ജീവിതം നൽകണം എന്ന് ആൾക്ക് അപ്പൊ തോന്നിയതാണ്. ആ ഒരു തോന്നൽ അപ്പൊ ചെയ്തു. അതിലൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, അവർക്ക് ഓൾറെഡി കുഞ്ഞുങ്ങളുള്ളതാണ്, അവര് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്, അവർക്കൊരു ജീവിതം നൽകി എന്നുള്ളതാണ്. പിന്നീട് ഉണ്ടാവുന്നതാണ് ഈ ഒരു സ്നേഹവും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ രണ്ടുപേർക്കും അറിയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ നാട്ടുകാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ കാണുന്നത് എന്നുള്ളതാണ്. പകുതി ശതമാനമോ അല്ലെങ്കിൽ 30% അങ്ങനെ തന്നെയാവും കാണുന്നുണ്ടാവുക. കാരണം ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഞാൻ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളെ മുന്നേ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ ആ സപ്പോർട്ടിൽ നിന്ന് പിന്നോട്ട് പോകാനും തയ്യാറല്ല. അല്ലാണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നില്ല? അമ്മയും മോനും ആണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അങ്ങനെ ഒന്നും തോന്നില്ല? ലെവൽക്ക് എന്താ പ്രാന്താണ് അങ്ങനെ? അപ്പോഴാണ് എനിക്ക് ആ കണ്ടന്റിന്റെ ഓർമ്മ. അങ്ങനെയല്ല, നമ്മളെന്താ വെച്ചാ നമ്മള് റൊമാൻറ്റിക് ഒക്കെ കണ്ടു. പക്ഷെ നിങ്ങൾ റീൽ എടുക്കുമ്പോഴും ആ കാണിക്കുന്ന എഫേർട്ടും, ഞാൻ കുട്ടിയെ നോക്കി നടക്കല്ലേ, പക്ഷെ നിങ്ങള് ഭയങ്കര പോസിറ്റീവ് രണ്ടാണ്. അത് ഇപ്പോഴായിട്ടല്ല, ഒന്നും കൂടി അപ്പൊ ഞാൻ കളിയാക്കല്ലേ, ഞാൻ വസക്കോട് പറഞ്ഞു നോക്കിയോല് നല്ല കെയർ ഞാൻ ഓക്കെ, അതായത് ഇവർക്ക് എല്ലാരോടും ചോദിക്കാനുള്ള ചോദ്യം തന്നെ, ഞങ്ങളെ കാണുമ്പോ അത് തോന്നുന്നുണ്ടോ എന്നുള്ളത്. അത് ചോദിച്ചിട്ട് ഞങ്ങളെ കണ്ടിട്ടൊന്നും തോന്നില്ലല്ലോ അല്ലല്ലേ, അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ വീഡിയോ ചെയ്തത് എന്തിനാണെന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർക്ക് ഉപജീവന മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇയാൾ ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ ഡ്രൈവിംഗ് ഒന്നുമില്ല, ഫുള്ള് യൂട്യൂബ് ചാനൽ മാത്രമായിട്ടാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകളെ ഇതിലേക്ക് എൻഗേജ് ചെയ്യിക്കാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടന്റ് എന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ അത് ആളുകൾ കാണും അല്ലെ, പല കമന്റിനും അല്ലെങ്കിൽ പല ഹെഡിങ്ങും അതുപോലെയാണ് ഇവർ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ, റിയൽ ലൈഫും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവണം. റീലിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നല്ല പ്രേമാവും നല്ല സ്നേഹവും, റീൽ അങ്ങ് ഓഫാക്കി റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ചിലപ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ ആണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ ആ ഒരു റീലും റിയലും ഒരുപോലെ ആവാനും സാധ്യതയുണ്ട്. കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല.
അപ്പൊ പ്രായത്തിൽ മൂത്ത ഒരു സ്ത്രീയെ ഒരാള് വിവാഹം കഴിച്ചു കഴിഞ്ഞാല്, ഒരു പയ്യൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും, പ്രായം കൂടിയ ഒരു പുരുഷൻ ഒരു പ്രായം കുറഞ്ഞ സ്ത്രീയെ കല്യാണം കഴിച്ചാൽ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് ചർച്ച ചെയ്യാത്തതുമായിട്ടുള്ള ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ മതപരമായിട്ടാണ് പല ആളുകളും ഇവരെ ആക്രമിക്കുക എന്നല്ല, അവരവരുടെ ആശയം പറയുന്നത് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ മതത്തിൽ പറയുന്ന കുറെ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നൊന്നുമില്ല, ആ ചെയ്യാത്ത കാര്യങ്ങൾ കൊട്ടി ഘോഷിക്കാറുമില്ല, എന്നിട്ട് ഞാൻ ആ മതക്കാരനാണെന്ന് പറഞ്ഞു നടക്കുന്നുമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാകാം ഒരു പക്ഷെ ആളുകൾ ആ ഒരു രീതിയിലേ എടുക്കുന്നത്. അപ്പൊ ടിവിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് കൃത്യമായിട്ടൊരു ഉസ്താദ് മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് TV കാണാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന അതേ ആളുകൾ തന്നെ ടിവിയിലൂടെ വയത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ TV കാണാതിരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണണ്ട എന്ന് പറഞ്ഞിട്ടില്ല, കാണാതിരിക്കാൻ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കാനാ പാടില്ല. അപ്പൊ TV കാണരുത് എന്നുള്ള ഒരു കാര്യത്തിനുള്ള ഒരു മറുപടി എന്തായിരുന്നു അറിയോ? അതായത് പണ്ട് ഒരു ന്യൂസ് ചാനലോ അല്ലെങ്കിൽ ഒരൊറ്റ ചാനൽ ഉണ്ടായിരുന്നല്ലോ, ഒരു പക്ഷെ പല സമയങ്ങളിലും ഈ DD മലയാളം, ചില സമയത്ത് DD ഹിന്ദി, ഉറുദു ഒക്കെ ആയി മാറാറുണ്ട് പല സമയത്തും. അപ്പൊ ചില ഹിന്ദി സിനിമകൾ പണ്ട് മുതലേ കുറച്ച് ഓവർ എക്സ്പോസ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ, ഒരു സ്ത്രീയുടെ ശരീര പല ഭാഗങ്ങളും മറ്റൊരു പുരുഷൻ കാണാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ആളുകളാണ് അവര്. അപ്പൊ ആ ഒരു സമയത്ത് ഒന്നല്ലെങ്കിൽ TV ഓഫാക്കി വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് TV കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാകാം ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നത് എന്നാണ് ഉസ്താദ് പറയുന്നത്. അപ്പൊ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഖുറാനിൽ എഴുതപ്പെടുന്ന സമയത്ത് TV ഒന്നും ഇല്ലല്ലോ. അപ്പൊ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഖുറാനിൽ പറയുന്നുണ്ട്. മറ്റൊരു സ്ത്രീയുടെ അങ്ങനെ നോക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാലക്രമേണ എന്താകും, ഫോട്ടോയിൽ നോക്കുമ്പോഴും വീഡിയോയിൽ നോക്കുമ്പോഴും അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഓക്കെ, ഞാൻ ആ ഒരു മതവിശ്വാസിയൊന്നുമല്ല. അപ്പൊ എനിക്ക് അത് വേണമെങ്കിൽ അതിനെ തള്ളി പറയാം, വേണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തും പറയാം. ഞാൻ അവിടെ സംഭവിച്ചത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവര് ഭയങ്കരമായിട്ടൊരു പേടി എന്തോ ഇവർക്ക് കുടുങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ കുറിച്ച് ആളുകൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും ധരിക്കുന്നത് അല്ലേ എന്നുള്ള ഒരു സംശയമുണ്ട്. ആ സംശയം തീർക്കാൻ ചെയ്ത വീഡിയോന്റെ ഏറ്റവും അടിയിലുള്ള കമന്റുകളിൽ 70% കമന്റും അത് തന്നെ, നീ ഒരു ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയല്ലേ വിവാഹം കഴിച്ചത് എന്നുള്ളത്. സത്യത്തിൽ ഇവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അവരുടെ ലൈഫാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാണ് പോയാൽ മതി. ആ ചോദ്യം ചോദിക്കുന്നത് അവരെ ഉപജീവന മാർഗമായിട്ടുള്ള വീഡിയോ റീച്ച് കിട്ടണം എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലൊക്കെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.